ഗീതങ്ങൾ എന്നുള്ള പാഠത്തിൽ നമ്മൾ അടുത്ത പഠിക്കുന്ന ഗീതം കമലജാതള എന്ന് തുടങ്ങുന്ന കല്യാണി രാഗത്തിലുള്ള ഗീതമാണ്. കല്യാണി രാഗം വളരെ പോപ്പുലർ രാഗമാണ്. ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്. 72 ജനകരാഗങ്ങളുടെ പട്ടികയിലെ 65ാമത്തെ രാഗമാണ് കല്യാണി. മേച്ച കല്യാണി എന്നും അറിയപ്പെടുന്നു. സാധാരണ ഭാഷയിൽ നമ്മൾ കല്യാണി രാഗം എന്ന് പറയും. ഈ രാഗത്തിൽ മധ്യമം പ്രതിമധ്യമമാണ്. നമ്മൾ ഇതുവരെ വായിച്ച ഗീതങ്ങളിൽ എല്ലാ രാഗങ്ങളിലും ശുദ്ധമധ്യമമാണ് നമ്മൾ വായിച്ചത്. ഇതൊരു പ്രതിമധ്യമ രാഗമാണ്. എൻ്റെ ആരോഹണ അവരോഹണം ഞാൻ വായിക്കാം. അവരോഹണം ഇതാണ് കല്യാണി രാഗം. ആരോഹണം. ഈ രാഗത്തിൽ ഋഷഭം തള്ളാതെ വായിക്കണം. ഗാന്ധാരവും ദൈവതവും നന്നായിട്ട് തള്ളി വായിക്കണം. പ്രതിമധ്യമവും കാക്കൽ നിഷാദവും തള്ളിയിട്ട് മീട്ടി വായിക്കണം. അങ്ങനെ ഈ രാഗത്തിൽ 3 രീതിയിലുള്ള ഗമകങ്ങൾ വരും. ഒന്നുകൂടി വായിക്കാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാക്കലി നിഷാദം. ഇതാണ് കല്യാണി രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ. നമുക്ക് വായിച്ച് നോക്കാം. ആ ഗാന്ധാരം തള്ളുമ്പോൾ പ്രതിമധ്യം വരെ തള്ളണം. അപ്പോൾ റീന്ന് വരിക, ഗാന്ധാരം പ്രതിമധ്യം വരെ തള്ളണം. ഒന്നുകൂടി. അവരോഹണം ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ട്. നമ്മളത് വേറെ തിയറി ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ആരോഹണം ഇങ്ങനെ മനസ്സിലാക്കുക. ഋഷഭം തള്ളാതെ വായിക്കുക. ഗാന്ധാരം ദൈവതം നന്നായിട്ട് തള്ളി വായിക്കുക. പ്രതിമധ്യമവും കാക്കൽ നിഷാദവും തള്ളിയിട്ട് മീട്ടി വായിക്കുക. ഒന്നുകൂടി ആരോഹണം വായിക്കാം.
ഒന്നുകൂടി. ത്രിശ്രജാതി ത്രിപുട താളത്തിലാണ് ഈ ഗീതം. നേരത്തെ നമ്മൾ ആനലേഖര എന്നുള്ള ഗീതം വായിച്ചതുപോലെ ലഘുവിലെ 3 അക്ഷരവും പിന്നെ 2 ധൃതവും, 3ഉം 2ഉം 2ഉം. ഇതാണ് ത്രിശ്രജാതി ത്രിപുട താളം. താരസ്ഥായി ഷഡ്ജത്തിലാണ് ഈ ഗീതം തുടങ്ങുന്നത്. സാ സാ സ നീ ദ നീ സ. ഇതിൽ ദൈവത്തം മീട്ടാതെ വായിക്കുക. സാ സാ സ നീ ദ നീ സ. കമല ജാദള നീ ദ പ ദ പ മ പ. ഇതാണ് അടുത്ത താളം. വിമല സുനയന. 3ഉം 2ഉം 2ഉം താളമിട്ട് വായിക്കുക. വിമല സുനയന. ഗ മ പ പ ദ ധ നി. ഇതാണ് അടുത്ത താളം. എല്ലാം സ്വരം മീട്ടി വായിക്കുക. ഗ മ പ പ ദ ധ നി. ദ പ മ പ ഗ രി സ. ഇതാണ് അടുത്ത താളവട്ടം. ദ പ മ വായിക്കുമ്പോൾ പാ മീട്ടാതെ വായിക്കണം. പ ഗ രി സ. ശരിക്കും അവരോഹണ ക്രമത്തിൽ പമ ഗരീസ എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ പ ഗ റീസ എന്നുള്ളത് കല്യാണ രാഗത്തിലൊരു വിശേഷ പ്രയോഗമാണ്. അത് വളരെ സൂക്ഷിച്ച് വേണം വായിക്കാൻ, അല്ലെങ്കിൽ വേറെ 2-3 രാഗങ്ങളായിട്ട് മാറിപ്പോവും. ദ പ മ പ ഗ രി സ.
കമലജാതള വിമല സുനയന കരിവരദ കരുണാംബുധേ എന്നാണ് ഇതിൻ്റെ സാഹിത്യം. ഈ കരിവരദ കരു വരെ ഒരു താളവട്ടം, നാംബുധേ എന്നുള്ളത് അടുത്ത താളവട്ടം വരും. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ അത് ഒന്നിച്ച് വായിക്കാൻ ശ്രമിക്കണം, എന്നാലേ കരുണാംബുധേ എന്നത് ഒന്നിച്ച് കേൾക്കുകയുള്ളൂ. ഒന്നുകൂടി വായിക്കാം. കമലജാതള വിമല സുനയന കരിവരദ കരുണാംബുധേ എന്നാണ് വാക്ക്. ഒന്നുകൂടി വായിക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.